ഹായ്, നമ്മൾ ഇന്ന് ഒരു ട്രയാങ്കിളിൻ്റെ ഔട്ടർ സർക്കിൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഔട്ടർ സർക്കിൾ വരയ്ക്കാനായിട്ട് ആദ്യം ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. ട്രയാങ്കിളിൻ്റെ മെഷർമെൻറ്റ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിരിക്കും. ഇപ്പോൾ ഞാനിവിടെ ഒരു 5 സെൻറ്റിമീറ്റർ ലെങ്തിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, എനിക്കൊരു ട്രയാങ്കിൾ വരയ്ക്കണം. ആ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ഒരു സൈഡ് 5 സെൻറ്റിമീറ്റർ ആയിട്ട് വരച്ചു. അടുത്ത് എനിക്ക് വരയ്ക്കേണ്ട ട്രയാങ്കിളിൻ്റെ ബാക്കി രണ്ട് സൈഡുകൾ ഒന്ന് 6 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ തന്നിരിക്കും, ആ മെഷർമെൻറ്റിലാണ് വരയ്ക്കേണ്ടത്. ഞാനിവിടെ 6 സെൻറ്റിമീറ്റർ എന്ന് എടുക്കുന്നു. ഓക്കെ, 6 സെൻറ്റിമീറ്ററിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു മെഷർമെൻറ്റ് എടുത്തു. 6 സെൻറ്റിമീറ്റർ എടുത്തതിന് ശേഷം റൈറ്റ് പോയിന്റിൽ വെച്ചിട്ട് ഞാൻ 6 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഒരു ആർക്ക് വരച്ചു. ഓക്കെ, 6 സെൻറ്റിമീറ്റർ വെച്ചൊരു ആർക്ക് വരച്ചു. റൈറ്റ് സൈഡിലാണ് 6 വരച്ചത്. ഇനി ലെഫ്റ്റ് സൈഡിലൊരു 5 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ വരയ്ക്കേണ്ടതെങ്കിൽ ഒരു സൈഡ് 5 ആണെങ്കിൽ ഞാൻ വരയ്ക്കാൻ പോകുന്നത് 5ഉം 6ഉം 5ഉം സെൻറ്റിമീറ്റർ സൈഡുള്ള ട്രയാങ്കിളാണ്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് വരച്ചു? 5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ആർക്കും കട്ട് ചെയ്ത പോയിന്റും ഈ ലൈനിൻ്റെ റൈറ്റ് എൻഡും തമ്മിൽ ജോയിൻ ചെയ്ത ഒരു ലൈൻ വരച്ചാൽ അത് നമ്മുടെ എത്രയായിരിക്കും? നമ്മളിവിടെ റൈറ്റ് സൈഡിൽ വരച്ചത് 5 സെൻറ്റിമീറ്റർ അല്ലേ? 5 അല്ല 6 ആയിരുന്നു അല്ലേ? 6 സംശയം ഉണ്ടെങ്കിൽ സ്കെയിൽ വെച്ച് മെഷർ ചെയ്ത് നോക്കിയാൽ മതി, അപ്പോൾ അറിയാൻ പറ്റും. 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ വരച്ചത് 6 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ വരച്ചത് ഞാൻ 5 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഈ പോയിന്റും നമ്മൾ ജോയിൻ ചെയ്ത് വരച്ചു. അപ്പോൾ എന്ത് കിട്ടി? 5 സെൻറ്റിമീറ്റർ കിട്ടി. അങ്ങനെ ഞാനൊരു ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി എനിക്ക് ഇതിൻ്റെ ഔട്ടർ സർക്കിൾ വരയ്ക്കണം. ഇതിൻ്റെ വെളിയിലൂടെ പോകുന്ന ഒരു സർക്കിൾ വരയ്ക്കണം. അതിനായിട്ട് ഇതിലെ ഏതെങ്കിലും രണ്ട് സൈഡിന് ബൈസെക്ടർ വരയ്ക്കണം. ഇപ്പോൾ ഞാൻ ഈ 5 സെൻറ്റിമീറ്റർ ഒരു ബൈസെക്ടർ വരയ്ക്കാൻ പോവുകയാണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ. എങ്ങനെയാണ് ബൈസെക്ടർ വരയ്ക്കുക? ഈ സൈഡിൻ്റെ പകുതിയിൽ കൂടുതൽ ലെങ്ത് എടുത്തിട്ട് മുകളിൽ ഒരു ആർക്ക് വരയ്ക്കുക, താഴെ ഒരു ആർക്ക് വരയ്ക്കുക. ഓക്കെ, ഇവിടെയാണ് കോമ്പസ് വയ്ക്കേണ്ടത്, ഈ ലൈനിൻ്റെ ഒരു എൻഡിൽ. അടുത്ത എൻഡിൽ അതേ മെഷർമെൻറ്റ് മാറ്റരുത്. അതേ മെഷർമെൻറ്റിൽ അടുത്ത എൻഡിൽ വെച്ചിട്ട് ഈ മുകളിലത്തെ ആർക്കിനെയും താഴത്തെ ആർക്കിനെയും കട്ട് ചെയ്യാം. അപ്പോൾ രണ്ട് പോയിന്റ് കിട്ടും. ആ പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ഈ രണ്ട് ആർക്കുകളും കട്ട് ചെയ്ത പോയിന്റും ഈ രണ്ട് ആർക്കുകളും കട്ട് ചെയ്ത പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ഈ സൈഡിന് ഞാനൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ഇനി രണ്ട് സൈഡുണ്ട്. ഈ രണ്ട് സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിന് ഇതുപോലെ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടറും കൂടെ വരയ്ക്കണം. അതെങ്ങനെ വരയ്ക്കാം? ഞാനിപ്പോൾ 6 സെൻറ്റിമീറ്ററിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ പോകുന്നു. കോമ്പസ് ഇവിടെ വയ്ക്കുക. 6 സെൻറ്റിമീറ്റർ ലെങ്തിൻ്റെ പകുതിയിൽ കൂടുതൽ എടുക്കുക കോമ്പസിൽ. അതിനുശേഷം പകുതി കൂടുതൽ എടുത്തതിന് ശേഷം ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. അതുപോലെ അപ്പുറത്തെ സൈഡിൽ ഒരു ആർക്ക് വരയ്ക്കുക. അതേ അളവിൽ തന്നെ നമ്മൾ ഈ 6 സെൻറ്റിമീറ്ററിൻ്റെ അപ്പുറത്തെ എൻഡിൽ വെച്ചിട്ട് ഈ ആർക്ക് എന്ത് ചെയ്യുക? കട്ട് ചെയ്യുക. അതേപോലെ ഇപ്പുറത്തെ ആർക്കും കട്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ കട്ട് ചെയ്ത പോയിന്റ് ഇവിടെയാണ് അല്ലേ? ഈ പോയിൻ്റാണ്. ഇവിടെ കട്ട് ചെയ്ത പോയിന്റ് ഇവിടെയാണ്. ഈ കട്ട് ചെയ്ത പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ചാൽ അതിനും എന്തായി? പെർപെൻഡിക്കുലർ ബൈസെക്ടറായി. ഈ രണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടറും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ കോമ്പസ് വയ്ക്കുക. കോമ്പസ് വെച്ചതിന് ശേഷം ഈ ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു കോർണറുമായിട്ട് പെൻസിൽ ആ കോർണർ വരെയുള്ള പോയിന്റ് വരെ പെൻസിൽ വയ്ക്കുക. അത്രയും മെഷർമെൻറ്റ് എടുത്തിട്ട് ഒരു സർക്കിൾ വരച്ചാൽ ആ സർക്കിള് ഈ ട്രയാങ്കിളിൻ്റെ എല്ലാ കോർണറിൽ കൂടെയും കടന്നു പോകും. ഓക്കെ, ഇങ്ങനെ കടന്നു പോകും. ഇങ്ങനെയാണ് ട്രയാങ്കിളിന് ഔട്ടർ സർക്കിൾ വരയ്ക്കുക. എങ്ങനെയാണ് വരച്ചേ? ഒരു ട്രയാങ്കിൾ നമ്മുടെ മെഷർമെൻറ്റിൽ വരച്ചു. ഇതിലേതെങ്കിലും ഒരു സൈഡിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക, മറ്റൊരു സൈഡിനും കൂടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വരുന്ന പോയിന്റിൽ കോമ്പസ് കുത്തി ഈ ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ കൂടെ എന്ത് വരയ്ക്കുക? സർക്കിൾ വരച്ചാൽ ഔട്ടർ സർക്കിളായി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒരിക്കൽ കൂടെ കണ്ടിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യാം.